2024 നീറ്റ് എക്സാമിൽ 700 മാർക്ക് നേടി മികച്ച വിജയം കൈവരിച്ച സാനിയ റോസിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാനിയ ബ്രില്യൻ തൃശ്ശൂർ സെന്ററിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് സാനിയയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സാനിയ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ എൻ്റെ മമ്മി, എൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറാണ് ഉള്ളത്. പപ്പ ഇപ്പോൾ ഇവിടെ വീട്ടിലില്ല, പുറത്താണ് വർക്ക് ചെയ്യുന്നത്. സാനിയക്ക് 700 മാർക്ക് ഉണ്ട്. എത്രയായിരുന്നു റാങ്ക്? എത്രയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്? 1181. സാനിയ ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിരുന്നോ? പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ഞാൻ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റി. എക്സാം നന്നായി എഴുതാനൊക്കെ പറ്റി. നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു മാർക്കിന്റെ ലെവലിലോട്ട് എത്താൻ പറ്റിയിരുന്നോ ആ സമയത്ത്? അല്ല, ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് എത്താൻ പറ്റി. മോളുടെ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ ഞാൻ 7th വരെ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്, സെയിൻറ്റ് ശാന്താൾ സ്കൂളിലാണ്. അതിനുശേഷം ഭവൻസ് വിദ്യാമന്ദിർ തൃശ്ശൂരാണ് പഠിച്ചത്. അതിനുശേഷം 11th and 12th ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ ദേവമാതയിലാണ് പഠിച്ചത്. എങ്ങനെയായിരുന്നു മോളുടെ ഒരു എൻട്രൻസ് സ്റ്റഡി പ്ലാൻ, അല്ലെങ്കിൽ മോളുടെ ഒരു ടൈം ടേബിൾ ഒക്കെ മോൾ എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തത്? എനിക്കങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ അന്നുള്ള ടോപ്പിക് കവർ ചെയ്ത് പോവുക. പിന്നെ കൂടുതൽ എനിക്കൊരു ഫിക്സഡ് ടോപ്പിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ടാസ്ക് വെക്കും. അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്താലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് പോകാം. അങ്ങനെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വളരെ സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു, ഫാക്കൽറ്റി മെമ്പേഴ്സ്. അതുപോലെ തന്നെ അവിടുത്തെ കൗൺസിലേഴ്സ് ആയാലും കോർഡിനേറ്റേഴ്സ് ആയാലും. അതുകൊണ്ട് എനിക്കൊരിക്കലും ടെൻഷനോ അങ്ങനെ സ്ട്രെസ്സോ ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ വളരെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഏതാ മോളുടെ ഫേവറേറ്റ് സബ്ജക്ട്? ഏതാ? എനിക്ക് ബയോളജി ആയിരുന്നു ഫേവറേറ്റ്. എന്തുകൊണ്ടാ ബയോളജി പ്രൊഫസേഴ്സ് എടുക്കുന്ന ക്ലാസ് അടിപൊളിയായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. മോൾ എന്തുകൊണ്ടാണ് ഈ ഒരു MBBS ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ചെറുപ്പം മുതലേ എനിക്ക് MBBS ഇഷ്ടമാണ്. മമ്മിയുടെ ഒപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ എനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് അവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് MBBS ചൂസ് ചെയ്തത്. ഏതാ മോളുടെ ഡ്രീം ക്യാമ്പസ്? ഏതാ? ഡ്രീം ക്യാമ്പസ് ആൻഡ് ജിഗ്മർ പോണ്ടിച്ചേരി. എല്ലാവരെയും പോലെ അതാണ് എൻ്റെ ഫേവറേറ്റ് ക്യാമ്പസ് അല്ലേ? നെക്സ്റ്റ് ഇയറിലേക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് മോൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള പ്രിപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അത് എല്ലാ എക്സാമും ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ എഴുതുക. പല ടൈപ്പിലുള്ള ബബ്ലിംഗ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബ്രില്യൻറ്റിൽ വന്ന വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അവർ നിങ്ങളെ എല്ലാ ഗൈഡൻസും തരും. അതുപോലെ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. മോൾക്ക് ഇപ്പോൾ 700 മാർക്ക് ഉണ്ട്. ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നോ? അവൾ നന്നായി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 604 കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ 4 അലോട്ട്മെൻറ്റിലും കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിൽ വീണ്ടും നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 700 കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ബ്രില്യൻറ്റിലെ സാറുമാരെന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് വിട്ടു. അവൾ നന്നായിട്ട് പഠനത്തിലൊക്കെ ശ്രദ്ധിച്ചു, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വരെ മോള് എക്സാം എഴുതി. അപ്പോൾ ഏകദേശം കിട്ടും നമുക്കറിയായിരുന്നു. എന്നാൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ദൈവത്തിന് നന്ദി. സാനിയയുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നീറ്റ് കോച്ചിങ്ങിനായിട്ട് ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു? ഞാൻ മോൾക്ക് ആദ്യമേ പഠിക്കുമ്പോൾ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂളുകൾ തന്നെ സെലക്ട് ചെയ്തിരുന്നത്. ട്രിവാൻഡ്രത്തായാലും സെൻറ്റ് ശാന്തി സ്കൂള്, തൃശ്ശൂർ ഭാരതീയ വിദ്യാഭ്യാസ സ്കൂള്, പിന്നെ +1 +2 ദേവമാത. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങിലും ബ്രില്യൻ്റാണ് ടോപ്പെന്ന് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു സാനിയ? സാനിയ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കൃത്യസമയത്ത് എഴുന്നേൽക്കും. 11 മണി വരെ രാത്രി പഠിക്കും. രാത്രി നന്നായിട്ട് ഉറക്കം കളയില്ല, ഉറങ്ങും. എണീറ്റുള്ള ആ സമയത്ത് നന്നായിട്ട് പഠിക്കും. ക്ലാസ്സുകൾ എന്നും പോയി, ക്ലാസ് മുടങ്ങില്ല. എങ്ങനെയായിരുന്നു മോളുടെ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ്? ഞാൻ ബ്രില്യൻറ്റ് റിപ്പീറ്റ് ചെയ്ത് തൃശ്ശൂർ സെൻറ്ററിലാണ് K4 ബാച്ചിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ സഞ്ജന മിസ് ആയിരുന്നു. സഞ്ജന മിസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ മാർക്ക് ഡൗൺ ആകുമ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും. കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോർജ് സാർ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സസ് കാണുമ്പോൾ എപ്പോഴും മാർക്ക് കുറയുമ്പോൾ സാർ വരാറുണ്ട്, സാറിൻ്റെ ക്ലാസ്സസ് കാണാറുണ്ട്. അതുപോലെ ബ്രില്യൻറ്റ് ക്യാമ്പസ് വളരെ നല്ല ക്യാമ്പസ് ആയിരുന്നു. അവിടെ ലൈബ്രറി, എല്ലാ ഫെസിലിറ്റീസും, ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസും അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ബ്രില്യൻറ്റ് ആപ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഡൗട്ട് വന്നാലും അവിടെ വേറെ സാറുമാരുടെ ലെക്ചേഴ്സ് ഉണ്ടാവും, അപ്പോൾ അതും ഞാൻ റെഫർ ചെയ്യാറുണ്ട്. സാനിയയുടെ അമ്മാമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ഒരു മാർക്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഈ മാർക്ക് ഞങ്ങൾ 104 ആദ്യം കിട്ടിയപ്പോൾ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാറുമാർ പറഞ്ഞു. ഞങ്ങളപ്പോൾ ഇത്ര മാർക്ക് നല്ലോണം പ്രതീക്ഷിച്ചിരുന്നു.
അതിനുവേണ്ടി അവളും നല്ല മാതിരി പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, ഞാൻ അമേരിക്കയിലായിരുന്നു, ഇവിടെ പരീക്ഷയുടെ സമയം വന്നപ്പോൾ ഞാൻ ഓടി വന്നു, മാർച്ചിൻ്റെ ഇവിടെ വന്നു. അവൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും, അവളുടെ മമ്മി ഡ്യൂട്ടിക്ക് പോവല്ലേ, നേഴ്സാണേ, അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു. മാർക്ക് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സാനിയയുടെ അനിയത്തിയാണ് സാറ. സാറ, ചേച്ചിയുടെ ഒരു പാത തുടരാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത്? ചേച്ചിയുടെ മാർക്കും റാങ്കും ഒക്കെ തന്നെയായിരുന്നു എനിക്കെന്നും പ്രചോദനം. അപ്പോൾ ചേച്ചിയുടെ പാത പിന്തുടരാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ. ബ്രില്യന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രില്യൻറ്റിനെ കുറിച്ച് എനിക്ക് വളരെ ഒരു അഭിമാനമാണ്. കാരണം ബ്രില്യൻറ്റിൽ ചെന്നതിന് ശേഷം അവിടുത്തെ സാറുമാരും അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എൻ്റെ മോളോട് തന്നെയല്ല, ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും വളരെ നല്ല പെരുമാറ്റം ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാനിയയുടെയും സാനിയയുടെ ഫാമിലിയുടെയും വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. സാനിയ ആഗ്രഹിച്ച പോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്താൻ സാനിയയ്ക്ക് സാധിക്കട്ടെ. സാനിയയ്ക്കും സാനിയയുടെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.